الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി തൗഹീദ് അധിഷ്ഠിതമായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 21-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 2-ാം ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങളും സമയങ്ങളും സ്ഥലങ്ങളുമെല്ലാം പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിന് പ്രത്യേകമായ ശ്രേഷ്ഠത ലഭിക്കുവാനോ ഏതെങ്കിലും ഒന്നിന് പ്രത്യേകമായി വല്ല ആരാധനാ മുറകളും ചെയ്യുവാനോ സൃഷ്ടാവായ റബ്ബിന്റെ അനുവാദം വേണം. അല്ലാഹു റസൂലോ അത് നമ്മെ പഠിപ്പിച്ചിരിക്കണം. അതല്ലാതെ ഇന്ന ദിവസം നല്ല ദിവസമാണ്, ഇന്ന സമയം നല്ലതാണ്, അതുകൊണ്ട് അന്ന് ഇങ്ങനെ ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്ഥലത്തോ സമയത്തോ സന്ദർഭങ്ങളിലോ വല്ലതും ഒരാൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്, അത് മതത്തിൽ പുതുതായി കൂട്ടിച്ചേർക്കലാണ് എന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഓതിവെച്ച ആയത്ത് അല്ലാഹു ചോദിക്കുന്നതാണ്, അം ലഹും ശുറകാഉ ശറഉ ലഹും ദീൻ മാ ലം യഅ്ദൻ ബിഹില്ലാഹ്.
അള്ളാഹുവിന്റെ മതത്തിൽ അള്ളാഹു തആല അനുവാദം നൽകാത്ത ഒന്ന് നിയമമാക്കി തരാൻ പറ്റാവുന്ന വല്ല പങ്കുകാരും അവർക്കുണ്ടോ? പിന്നെ എങ്ങനെയാണ് അവരങ്ങനെ ദീനിലേക്ക് നിയമം ഉണ്ടാക്കുന്നത് എന്നാണ് റബ്ബിന്റെ ചോദ്യം. മക്കയിലെ അറബികളോടാണ് ഈ ആയത്തിന്റെ ഒന്നാമത്തെ അഭിസംബോധന. പലതിനെയും അവർ സ്വയം ഹറാമാക്കി, ചിലതൊക്കെ അവർ സ്വയം ഹലാലാക്കി, ചിലതൊക്കെ പുണ്യകർമ്മമായി അവർ തന്നെ പ്രഖ്യാപിച്ചു. നേർച്ച മൃഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നത് തന്നെ. മക്കയിൽ ധാരാളം നേർച്ച മൃഗങ്ങളെ കാലത്തുണ്ടായിരുന്നു. കുതിരയായും കഴുതയായും ഒട്ടകമായും ഒക്കെ പല മഹാന്മാരെയും പേരിൽ നേർച്ചയാക്കി അത് പ്രത്യേകമായ അടയാളം വെച്ചുകൊണ്ട് അയക്കുന്ന രീതികൾ അന്നുണ്ട്. ആ അടയാളം കണ്ടാൽ അറിയാമത് ഇന്ന മഹാന്റെ പേരിൽ നേർച്ചയാക്കിയതാണ്. അവർ സ്വയം അതിൽ കുറെ പേരിട്ടു. ബഹീറ, സായിബ, വസീല, ഹാം എന്നൊക്കെ സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല 103, 104 ആയത്തുകളിൽ പരാമർശിക്കുന്നത് കാണാം. അല്ലാഹു പറഞ്ഞു, ഇതൊന്നും അല്ലാഹു തആല നിശ്ചയിച്ചതല്ല. മാ ജഅലല്ലാഹു മിൻ ബഹീറ, ഇത്തരം ബഹീറകളെയോ സായിബകളെയോ വസീലകളെയോ ഹാമിനെയോ ഒന്നും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അതൊക്കെ നിഷേധികളായ ആളുകൾ സ്വന്തമായി ഉണ്ടാക്കി അല്ലാഹുവിന്റെ പേരിൽ വ്യാജമായി കെട്ടിച്ചമക്കുകയാണ് എന്നാണ് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടുത്തെയും പ്രതിപാദ്യ വിഷയം. അതുകൊണ്ട് റബ്ബ് ചോദിച്ചു, അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ല. അല്ലാഹു തആല അനുവാദം നൽകിയിട്ടില്ലാത്തതിനെ ദീനായി കൊണ്ടുവരാൻ അധികാരമുള്ള വല്ല പങ്കുകാരും അവർക്കുണ്ടോ? ശരീക്കുമാരും അവർക്കുണ്ടോ? പടച്ച റബ്ബിന് ചില തീരുമാനങ്ങൾ നേരത്തെ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നൽകുമായിരുന്നുവെന്നാണ് ആയത്തിന്റെ ബാക്കി ഭാഗം. അഥവാ ഇത്തരം ആളുകൾ ദുനിയാവ് നല്ല സൂക്ഷിക്കുക, പരലോകത്താ സൂക്ഷിക്കുക എന്ന് റബ്ബ് തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ടാണ് ഇത്ര വലിയ ധിക്കാരം ചെയ്തിട്ടും അവരൊക്കെ ഇവിടെ നിലനിന്നു പോകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കുമായിരുന്നുവെന്നാണ് ആയത്തിന്റെ ആശയം. അത് ഖിയാമത്ത് വരെയുള്ള എല്ലാവർക്കും ബാധകമാണ്. മതത്തിലേക്ക് ഒരു കാര്യം കൂട്ടിച്ചേർക്കണമെങ്കിൽ നമ്മുടെ വക ഒരിക്കലും അതിൽ കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല. അതിനെയാണ് ബിദ്അത്ത് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഇമാം ശാതിബി റഹിമഹുല്ലാ 700 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ബിദ്അത്തായി മാറുന്ന രീതി അദ്ദേഹം പറഞ്ഞത് തുരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ തുലാഹി അശ്ശറഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹാ അൽമുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി സുബ്ഹാനഹു വ തആല എന്നാണ്. മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന മാർഗങ്ങൾ അത് ചെയ്യുക വഴി അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ കഴിയും, അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയും എന്ന ലക്ഷ്യത്തിലാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ അതാണ് ബിദ്അത്ത് എന്നാണ് ഇമാം അബൂ ശാതിബി റഹിമഹുല്ലാ ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. റബ്ബിലേക്ക് അടുപ്പിക്കാൻ, അല്ലാഹുവിന്റെ സാമീപ്യം നേടാൻ ഇതും നല്ല വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി ചേർക്കുന്ന ഏതും ബിദ്അത്താണ് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ബിദ്അത്തുകൾ വ്യത്യസ്തമായ രീതിയിൽ അതിൽപ്പെട്ടതാണ് ഇൽതിസാമുൽ കൈഫിയാത്തി വൽ ഹൈആത്തിൽ മുഅയ്യന, പ്രത്യേകമായ രൂപങ്ങൾ, പ്രത്യേകമായ രീതികൾ ഒക്കെ ഉണ്ടാക്കുക. കദ്ദിക്രി ബിഹൈഅത്തിൽ ഇജ്തിമാഇ അലാ സൗത്തിൻ വാഹിദിൻ, ഒരേ ശബ്ദത്തിൽ ഒന്നിച്ചുകൂടി ഒരേ താളത്തിലും ഒരേ ഈണത്തിലും ഒന്നിച്ച് ദിക്ർ ചൊല്ലൽ അത് ബിദ്അത്തിന്റെ ഗണത്തിൽ പെടുമെന്നാണ്. വത്തിഖാദി യൗമി വിലാദത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ, നബി തങ്ങൾ ജനിച്ച ദിവസം ഈദായി ആഘോഷ ദിനമായി സ്വീകരിക്കൽ. വമാ അസ്ബഹ ദാലിക, സമാനമായതുമെല്ലാം അതിൽ പെടും. പ്രത്യേകമായ സ്ഥലങ്ങളിൽ, പ്രത്യേകമായ സമയങ്ങളിൽ, പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നമ്മൾ സവിശേഷത കൽപ്പിച്ചുണ്ടാക്കുന്ന
ഏതും ഈ ഗണത്തിലാണ് വരിക. ഇന്ന ദിവസം ഇന്നത് ചൊല്ലിയാൽ പ്രത്യേക കൂലി കിട്ടുമെന്ന് പറയുക. തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട ദിക്ർ, വെള്ളിയാഴ്ച രാവിലെ ചൊല്ലേണ്ട ദിക്ർ, വെള്ളിയാഴ്ച പകൽ ചൊല്ലേണ്ട ദിക്ർ തുടങ്ങി വ്യത്യസ്തമായ ദിവസങ്ങളും സമയങ്ങളും നിശ്ചയിച്ചുകൊണ്ട് ഒരു ദിക്റോ ഒരു ദുആഓ ഒരു സ്വലാത്തോ ഉണ്ടെന്ന് പറയണമെങ്കിൽ അത് പറയേണ്ടത് പടച്ച റബ്ബാണ്, അവന്റെ വഹ്യ് പ്രകാരം അവന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ നിശ്ചയിക്കാത്ത, അല്ലാഹു തആല അറിയിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്ന് നമ്മുടെ വക എന്നാലും നല്ല ദിവസമല്ലേ നല്ല സമയമല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഈ ഗണത്തിൽ വരുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഉള്ള ദിക്റായിരിക്കാം, ആ ദിക്റിന് ഒരു പ്രത്യേകമായ രീതി ഉണ്ടാക്കി അത് ബിദ്അത്തിലേക്ക് മാറും. പ്രത്യേകമായ സമയം നിശ്ചയിച്ചു അത് ബിദ്അത്തിലേക്ക് മാറും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊക്കെ സ്ഥിരപ്പെട്ട ദിക്റുകളാണ്. വലിയ മഹത്വമുള്ള ധാരാളം പ്രതിഫലമുള്ള ദിക്റുകളാണ്. ഹദീസിൽ കാണാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന السماء والارض, ആകാശ ഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രമുള്ളതാണ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് തുലാസിന്റെ തട്ടിൽ വെച്ച് 7 ആകാശവും 7 ഭൂമികളും അവയിലെ മുഴുവൻ ചരാചരങ്ങളും മറ്റേ തട്ടിൽ വെച്ചാലും ശരി ലമാലത്ത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവയേക്കാൾ ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകുമെന്ന് അല്ലാഹു തആല മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം. അപ്പോൾ സ്ഥിരപ്പെട്ട ദിക്റാണ്. പക്ഷെ ആ ദിക്റിന് നമ്മുടെ വക സമയം വെക്കുക. എല്ലാ തിങ്കളാഴ്ചയും ഇന്ന സമയത്ത് ഇത്ര വട്ടം ഇത് ചൊല്ലിയാൽ ഇന്ന കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൈഫിയാത്തുൽ മുഅയ്യന, ഹൈആത്തുൽ മുഅയ്യന, അദദുൽ മുഅയ്യന എന്ന് പറഞ്ഞ പ്രത്യേക എണ്ണം വെക്കുക, പ്രത്യേക രീതി വെക്കുക, പ്രത്യേക സമയം വെക്കുക എന്ന നിലക്ക് ആ നിശ്ചയിച്ചത് ബിദ്അത്തായി മാറുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പൊതുവായി പഠിപ്പിച്ചതിനെ പൊതുവായി സ്വീകരിക്കുക, പ്രത്യേകമായി പഠിപ്പിച്ചതിനെ പ്രത്യേകമായി സ്വീകരിക്കുക. അതിൽ പിന്നെ മാറ്റാൻ പാടില്ല. നിസ്കാര ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പഠിപ്പിച്ചു. അത് 33 തന്നെയാണ്. അതിന് കുറച്ച് 30 ആക്കാനോ 100 ആക്കാനോ നമുക്ക് അധികാരമില്ല. എത്രയാണോ പഠിപ്പിച്ചത് അത്ര തന്നെ. നിസ്കാര ശേഷം എന്ന് പറഞ്ഞാൽ നിസ്കാര ശേഷം തന്നെ. അത് നിസ്കാരത്തിന് മുമ്പ് ചൊല്ലിയാലും മതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ പറയാവതല്ല. ഒരു പ്രത്യേകമായ സമയം അല്ലാഹു റസൂൽ നിശ്ചയിച്ചാൽ അതിൽ മാറ്റാൻ പാടില്ല. പ്രത്യേകമായ എണ്ണം അല്ലാഹു റസൂൽ നിശ്ചയിച്ചാൽ അതിൽ മാറ്റാൻ പാടില്ല. അല്ലാഹു റസൂൽ നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് നിശ്ചയിക്കാനോ അതും അധികാരമില്ല. അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത പ്രത്യേകമായ എണ്ണം നമ്മുടെ വക നിശ്ചയിക്കാനും നമുക്ക് അധികാരമില്ല. ഇനി അതിന് പ്രത്യേകമായ കൂലി ഓഫർ ചെയ്യുക അതിനും അല്ലാഹുവിൻ മുസ്ലിം മാത്രമാണ് അധികാരമുള്ളത്. കാരണം ഈ ദിക്ർ അല്ലാഹു നിശ്ചയിച്ചതാകണം. അതിന് പ്രതിഫലം എന്താ? സ്വർഗമാണല്ലോ. ആ സ്വർഗം പടച്ച റബ്ബിന്റെ ഔദാര്യമാണ്, അവന്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് എന്തിന് ഏത് പ്രതിഫലമായി നൽകുമെന്ന് അല്ലാഹുവാണ് പറയേണ്ടത്. അതിനാൽ ഈ ദിക്ർ ഇത്ര വട്ടം ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടുമെന്ന് പറയണമെങ്കിൽ പടച്ച റബ്ബിന് മാത്രമേ അവകാശമുള്ളൂ. അവന്റെ വഹ്യ് പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ. അതല്ലാതെ സ്ഥിരപ്പെട്ടതാണെങ്കിൽ പോലും ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അത് ഇന്ന സമയത്ത് 10 ഫാത്തിഹ ഓതുക, അല്ലെങ്കിൽ 10 ഖുൽ ഹുവല്ലാഹു ഓതുക, 3 ഖുൽ ഹുവല്ലാഹു ഓതുക എന്ന് പറയണമെങ്കിൽ പോലും തെളിവ് ആവശ്യമുണ്ട് എന്നർത്ഥം. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ പറഞ്ഞു ഈ സൂറത്തുകൾ, അത് ഹദീസിൽ വന്നു. സുബഹിക്ക് ശേഷം മഗ്രിബിന് ശേഷം 3 പ്രാവശ്യം ആവർത്തിക്കാൻ പറഞ്ഞു, അത് ഹദീസിൽ വന്നു. മറ്റു നമസ്കാരങ്ങൾക്ക് ശേഷം 1 പ്രാവശ്യം ഓതാൻ പറഞ്ഞു, അത് ഹദീസിൽ വന്നു. അങ്ങനെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടുവോ ആ സന്ദർഭങ്ങളിൽ പ്രത്യേകമായ സുന്നത്താണ്. അതല്ലാതെ പൊതുവായി ഒരാൾക്ക് എപ്പോഴും ഓതാം. ഖുർആൻ ഏത് സൂറത്തും ഏത് സമയത്തും ഒരാൾക്ക് ഓതാം. ഒരക്ഷരം ഓതിയാൽ 10 ഇരട്ടി പുണ്യമാണ്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല, അത് 3 അക്ഷരമാണ്. അതുകൊണ്ട് അലിഫിന് ഒരക്ഷരത്തിന്റെ മഹത്വമുണ്ട്, ലാമിന് മറ്റൊന്ന്, മീമ മറ്റൊന്ന്, 3 അക്ഷരം മുതൽ 30 കൂലി ഏറ്റവും ചുരുങ്ങിയത് ലഭിക്കുമെന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നു. പൊതുവായി എപ്പോഴും ഒരാൾക്ക് ദിക്ർ ചൊല്ലാം, എപ്പോഴും ദുആ ചെയ്യാം, എപ്പോഴും സ്വലാത്ത് ചൊല്ലാം, എപ്പോഴും ഖുർആൻ ഓതാം. പക്ഷേ ഇന്ന ദിവസം ഇന്ന സൂറത്ത്, ഇന്ന ദിവസം ഇന്ന ആയത്ത്, ഇന്ന സമയത്ത് ഇന്ന സ്വലാത്ത് എന്ന് പറയണമെങ്കിൽ തെളിവ് ആവശ്യമുണ്ട്. ഇന്ന സൂറത്ത് ഓതിയാൽ, ഇന്ന ആയത്ത് ഓതിയാൽ, ഇന്ന
ഇന്ന സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന നേട്ടം ലഭിക്കുമെന്ന് പറയണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ആളുകൾ തെറ്റിപ്പോവുകയും ഓരോ ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അന്ന് പ്രത്യേകമായ വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങളെ സ്വയം ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ ആരോ ഉണ്ടാക്കിയതിനെ മറ്റൊന്നും ആലോചിക്കാതെ അപ്പടി അതിനെ ഫോളോ ചെയ്ത് ആ വഴിക്ക് പോകുന്നവർ, അതൊക്കെ മതത്തിൽ കൂട്ടിച്ചേർക്കലാണ് എന്നാണ്. ത്വരീഖത്തും ഫിദ്ദീനി മുഖ്തറഅ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന വഴികൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുക. യുഖ്സദു ബിസ്സുലൂകി അലൈഹാ, അതിൽ പ്രവേശിക്കുന്ന വഴി അവൻ ഉദ്ദേശിക്കുന്നത് അൽ മുബാരകത്തു ഫി തഅബ്ബുദില്ലാഹ്, അല്ലാഹു തആലയുടെ ഇബാദത്ത് അത് അധികമാക്കാനാണ് അവൻ ലക്ഷ്യം. വേറെ ഉദ്ദേശമൊന്നുമല്ല. കൂടുതൽ ഇബാദത്ത് ചെയ്യണം, കൂടുതൽ കൂലി കിട്ടണം എന്ന നിയ്യത്തിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെയ്യുന്ന പണി മതം പഠിപ്പിക്കാത്ത, ശരീഅത്ത് പഠിപ്പിക്കാത്ത വഴികളായി മാറി എന്ന് മാത്രം. അതിന് പ്രതിഫലം നൽകാമെന്ന് അല്ലാഹു തആല നമ്മോട് ഏറ്റിട്ടില്ല. ഇത്തിബാ ആണ് പ്രധാനം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ പഠിപ്പിച്ചത്, എങ്ങനെയാണോ പഠിപ്പിച്ചത്, അത് അതേപടി പിൻപറ്റുക, അതാണ് ഇത്തിബാ, അതാണ് ഷഹാദത്ത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അഷ്ഹദു എന്ന് ചേർത്തി പറയുമ്പോൾ ആ സാക്ഷ്യത്തിന് ഒരു അർത്ഥം വേണ്ടേ? എന്താണ് ആ സാക്ഷ്യം? നബി തങ്ങൾ എന്ത് പറഞ്ഞു അത് സ്വീകരിക്കുന്നവരാണ് ഞാൻ, നബി തങ്ങൾ എന്ത് കാണിച്ചോ അത് ചെയ്യുന്നവരാണ് ഞാൻ. പിന്നെ ചോദ്യമില്ല. ഹദീസിൽ വന്നാൽ, ഖുർആനിൽ വന്നാൽ, നബി തങ്ങൾ പഠിപ്പിച്ചാൽ പിന്നെ ചോദ്യമില്ല. പിന്നെ ആലോചിച്ച് എന്തേ നബി എങ്ങനെ പറഞ്ഞു, എന്റെ ഹദീസ് എങ്ങനെ ഉണ്ടായി, എന്റെ ഇസ്ലാമിൽ എങ്ങനെയായി, ആ ചോദ്യമില്ല. അല്ലാഹും റസൂലും പഠിപ്പിച്ചാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു, അതാണ് വിശ്വാസയുടെ നിലപാട്. പിന്നെ മറ്റു ഒരു ന്യായങ്ങളും അവിടെ പറയാവതല്ല, ഒരു നിലക്കും അത് തള്ളിക്കളയാവതുമല്ല. അല്ലാഹ് പഠിപ്പിച്ചുവെന്ന് ബോധ്യമായാൽ, നബി തങ്ങൾ പഠിപ്പിച്ചുവെന്ന് ബോധ്യമായാൽ പിന്നെ അവർ ചോദ്യം ചെയ്യാതെ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക. സ്വീകരിച്ചാൽ മാത്രം പോരാ. അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവരുടെ മനസ്സിൽ പിന്നെ ഒരു അസ്വസ്ഥത പോലും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അവരുടെ മനസ്സിൽ ഒരു അസ്വസ്ഥത പോലും ഇല്ലാത്ത വിധം വയുസല്ലിമു തസ്ലീമാ, പൂർണ്ണമായും വിധേയപ്പെടണമെന്നാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതെ, നബി തങ്ങൾ കാര്യം പഠിപ്പിച്ചാൽ അത് പരിപൂർണമായി സ്വീകരിക്കണം, അപ്പോഴേ മുഅ്മിനാവുകയുള്ളൂ. അല്ലെങ്കിൽ ലാ യുഅ്മിനൂൻ, മുഅ്മിനാവുക ഇല്ല, നിന്റെ റബ്ബാണ് സത്യം എന്നാണ്. ഫലാ വറബ്ബിക, ഇല്ല, നിന്റെ റബ്ബാണ് സത്യം, ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനാവുക ഇല്ല. നബി തങ്ങൾ തീരുമാനിച്ചതിനെ, നബി തങ്ങൾ നിശ്ചയിച്ചതിനെ, നബി തങ്ങൾ വിധിച്ചതിനെ പൂർണ്ണമായും സ്വീകരിക്കുക. നബിതങ്ങളുടെ തീരുമാനത്തിൽ ഒരു അസ്വസ്ഥത പോലും മനസ്സിൽ ഉണ്ടാവാതിരിക്കുക. പൂർണ്ണമായി അതിന് കീഴ്പ്പെടുക. ആ ഹദീസൊക്കെ സ്വീകരിക്കുന്നു, അമൽ ചെയ്യുന്നു, എന്നാലും ഒരു പൊറുതികേട് മനസ്സിൽ, എന്താ പകരം ഉണ്ടായല്ലോ ഇസ്ലാമിൽ, എന്താ അല്ലാഹ് ഇങ്ങനെ പറഞ്ഞത്, ഏതായാലും ചെയ്യുക, ഖുർആനിൽ വന്നതല്ലേ, ഹദീസ് വന്നതല്ലേ, മനമില്ല മനസ്സോടെ ചെയ്യുന്നുവെങ്കിൽ പോലും ഈമാൻ പൂർണ്ണമല്ല എന്നാണ്. അവര് മുഅ്മിനല്ല, നിന്റെ റബ്ബാണ് സത്യം എന്നാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തിബാ ആണ് പ്രധാനം. അല്ലാഹുവിന്റെ റസൂലിനെ പിൻപറ്റുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവും റസൂലും എന്താണോ പഠിപ്പിച്ചത്, ഖുർആനിലും ഹദീസിലും എന്താണോ വന്നത്, അത് അതേപടി പിൻപറ്റുക. കുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശദ്ദിൻ ഫിബ്തിദാഇ മൻ ഖലഫ് എന്നാണ്. ആദ്യകാലക്കാരെ നബിയും സഹാബത്തും താബിഈങ്ങളുമാകുന്ന ആദ്യകാലക്കാരെ പിൻപറ്റുന്നതിലാണ് എല്ലാ ഖൈറും ഉള്ളത്. ശേഷം വന്ന ആളുകൾ പുതുതായി ഉണ്ടാക്കി ചേർത്ത കാര്യങ്ങൾ, അതിലാണ് എല്ലാ ഷർറുമുള്ളത് എന്നാണ്. ഷർറെല്ലാം പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടവയിലാണ്. ഖൈറുകളെല്ലാം ആദ്യകാലക്കാർ, മുൻഗാമികൾ, സഹാബിമാരും താബിഈങ്ങളുമാകുന്ന ആദ്യകാല ഉമ്മത്ത്, അവരെ പിൻപറ്റുക, അതാണ് എല്ലാ ഖൈറിന്റെയും അസ്ലി എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബി വര്യൻ പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റുക, വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കരുത്. എന്താണോ പഠിപ്പിച്ചത് അത് അപ്പടി സ്വീകരിക്കുക, അത് പിൻപറ്റുക. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും, നിങ്ങൾക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു. അഥവാ സ്വർഗ്ഗത്തിലേക്ക് എല്ലാ വഴിയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദീനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിങ്ങളിലേക്ക് പുതുത് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് അതിനെ യഥാവിധി
പിൻപറ്റുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്. ആരെന്തുണ്ടാക്കിയാലും അത് സ്വീകാര്യമല്ല. സൂചിപ്പിച്ച പോലെ ഉമ്മത്തിൽ ഇന്ന് പലപ്പോഴും ഓരോ ദിവസവും പുതിയ പുതിയ ദിക്റുകൾ, ഓരോ മാസം വരുമ്പോ പുതിയ ദിക്റുകൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചുവല്ലോ, റജബ് മാസം വന്നാൽ ഓരോ ദിവസം ചൊല്ലേണ്ട ദിക്റുകളാണ് പലരും അങ്ങനെ വാട്സപ്പ് വഴി മറ്റ് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റജബ് 1-ന്റെ പ്രാർത്ഥന, 2-ന്റെ പ്രാർത്ഥന, 3-ന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഓരോ ദിവസത്തെ പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇത്ര വട്ടം ചൊല്ലണം, ഇന്ന് ചൊല്ലിയാൽ ഇന്നത് കിട്ടും, ഇന്ന് ചൊല്ലിയാൽ കടം വിടും, മറ്റേ ചൊല്ലിയാൽ മുറാദ് ഹാസിലാകും, ഇത് ചൊല്ലിയാൽ റിസ്ക് വിശാലമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അല്ലാഹു തആല നിശ്ചയിക്കണം, അവന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കണം. അതല്ലാതെ ആർക്ക് പറയാൻ കഴിയും ഈ ദിക്ർ ചൊല്ലിയാൽ റിസ്ക് വിശാലമാകുമെന്ന്, ആ ദിക്ർ ചൊല്ലിയാൽ ആയുസ് നീളുമെന്ന്, ഈ ദിക്ർ ചൊല്ലിയാൽ മുറാദ് ഹാസിലാകുമെന്ന് ആർക്കാ സഹോദരങ്ങളെ പറയാൻ സാധിക്കുക? ഇത് ഹാസിലാക്കി നൽകുന്ന അല്ലാഹു അല്ലേ? ആ റബ്ബാണ് നിശ്ചയിക്കേണ്ടത്. മുറാദ് ഹാസിലാവാൻ ഏതു പ്രാർത്ഥന വേണം, റിസ്ക് വിശാലമാകാൻ എന്തൊക്കെ അസ്ബാബുകളെ നിമിത്തങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചു, അല്ലാഹു നിശ്ചയിക്കണം. അവന്റെ വഹ്യ് പ്രകാരം പ്രവാചകൻ പഠിപ്പിക്കണം. അതില്ലാതെ ആര് കൊണ്ടുവന്നാലും ശരി മതത്തിൽ അത് സ്വീകാര്യമല്ല, അത് മതത്തെ കൂട്ടിച്ചേർക്കപ്പെട്ടവയാണ്, ബിദ്അത്തുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവയെല്ലാം ഒഴിവാക്കുവാനും പ്രമാണങ്ങളെ ശരിയാവണ്ണം പിൻപറ്റുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുഖ്യങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി തങ്ങളുടെ സ്വഹാബിമാരിൽ ഏറെ പ്രധാനിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ധാരാളം അബ്ദുല്ലമാർ സ്വഹാബത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഏതാണ്ട് 100-ലേറെ സ്വഹാബിമാരുടെ പേര് അബ്ദുല്ല എന്നായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനികളായ 5 അബ്ദുല്ലമാരും അതിൽപ്പെട്ട അബ്ദുല്ലയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ വലിയ അഗ്രഗണ്യനായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് എല്ലാവരും കേട്ടു നിൽക്കും. എനിക്ക് നബിതങ്ങൾ പറയുന്നത് ഇബ്നു മസ്ഊദ് താങ്കൾ ഖുർആൻ ഓതുക, ഞാനൊന്ന് കേൾക്കട്ടെ. ഇബ്നു മസ്ഊദ് ചോദിച്ചു, നബിയെ ഞാൻ ഓതിത്തരികയോ? നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങി, പിന്നെ ഞാൻ ഓതുകയോ? നബി തങ്ങൾ പറഞ്ഞു, എന്നാലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതിക്കൊടുത്തു. സൂറത്തുൽ നിസായിലെ ഒരു ആയത്ത്, ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന ആയത്തിലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മതി, ഇത് നിർത്തുക. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ നോക്കുമ്പോൾ നബി തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി ഞാൻ കണ്ടുവെന്ന് അദ്ദേഹം പറയുന്നു. ആ ഇബ്നു മസ്ഊദ് പിന്നീട് കൂഫയിലാണ് താമസിച്ചത് നബി തങ്ങളുടെ കാലശേഷം. അദ്ദേഹം കൂഫയിൽ ഗവർണറായിരുന്നു ഖലീഫമാരുടെ കാലങ്ങളിൽ. അന്ന് കൂഫ അദ്ദേഹം ഉള്ള കാലത്താണ് കൂഫ പള്ളിയിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പള്ളിയിൽ വരുമ്പോൾ പള്ളിയിൽ ഒരു രംഗം കാണുകയാണ്. ഏതാനും ആളുകൾ വട്ടം വട്ടമായി ഇരിക്കുന്നു. 5 ആള് 10 ആളൊക്കെ ചെറിയ ചെറിയ സംഘങ്ങളായി പള്ളിയിൽ കൂടിയിരിക്കുന്നു. അവിടെ കൈകളിൽ കുറെ ചരൽക്കല്ലുകളുണ്ട്. ആ ഓരോ വൃത്തത്തിനും ഒരു അമീറുണ്ട്. ഈ അമീർ പറയും സബ്ബിഹു മിഅ, സുബ്ഹാനല്ലാഹ് 100 എന്ന് പറയുമ്പോ എല്ലാം കൂടെ സുബ്ഹാനല്ലാഹ് 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 100 വട്ടം ചൊല്ലും. എണ്ണം പിടിക്കാൻ വേണ്ടി ഈ ചരൽക്കല്ലിങ്ങനെ എടുത്തു വെക്കും. 100 കല്ലാണ്. ഈ കല്ലിങ്ങനെ അങ്ങോട്ട് മാറ്റിച്ച് കല്ല് കഴിയുമ്പോ മനസ്സിലായി 100 എണ്ണമായി. അത് കഴിഞ്ഞ അമീർ പറയും കബ്ബിറു മിഅ, അല്ലാഹു അക്ബർ പറയൂ 100 പ്രാവശ്യം. അപ്പൊ വീണ്ടും കല്ലെടുത്തിച്ച് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ 100 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു. ഈ രംഗം കണ്ടുകൊണ്ടാണ്
സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നത്. നിസ്കരിക്കാൻ സമയമായിട്ടില്ല, നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോ അബൂ മൂസ അശ്അരി എന്താ റബ്ബേ ഇത്? ഞങ്ങളൊക്കെ സ്വഹാബിമാർ നമ്മളാരും ചെയ്തിട്ടില്ലാത്ത, നമുക്കൊന്നും പരിചയമില്ലാത്തൊരു പുതിയ രീതി ഇത് എവിടുന്ന് വന്നു? അദ്ദേഹം ആലോചിച്ചു, ഞാൻ പറഞ്ഞ പക്ഷേ അത് ഗൗരവം ഉൾക്കൊള്ളണമെന്നില്ല. ഇബ്നു മസ്ഊദ് ഏതായാലും പള്ളിയിലേക്ക് ഇപ്പോൾ ബഹിഷ്കരിക്കാൻ, അദ്ദേഹം ഗവർണറാണ്, അദ്ദേഹം പറയട്ടെ, അതാണ് നല്ലൊരു ഔദ്യോഗികത ഉണ്ടാകും ആ പറച്ചിൽ. അങ്ങനെ ഇബ്നു മസ്ഊദിന്റെ വീട് പള്ളിയുടെ അപ്പുറത്ത് തന്നെയാണ്. അബൂ മൂസ അശ്അരി അങ്ങോട്ട് പോയി ഇബ്നു മസ്ഊദിനെ കാണാൻ. ഇബ്നു മസ്ഊദ് പള്ളിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി വീട്ടിൽ ഇറങ്ങുമ്പോൾ അബൂ മൂസ അശ്അരി പറഞ്ഞു, ഞാൻ പള്ളിയിൽ ഒരു കാഴ്ച കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ഇബ്നു മസ്ഊദ് ചോദിച്ചു, താങ്കൾ എന്താണ് അവരോട് പറഞ്ഞത്? അദ്ദേഹം, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പറയട്ടെ എന്ന് നിലയ്ക്ക് ഞാൻ നിങ്ങളെക്കാളെ ഇങ്ങോട്ട് വന്നതാണ്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, അവിടെ പോയി പറയുക, അവരുടെ തിന്മകൾ എണ്ണാൻ പറയുക, തിന്മകൾ എണ്ണാൻ പറയുക. ശേഷം ഇബ്നു മസ്ഊദ് ദേഷ്യം പിടിച്ചുകൊണ്ട്, ധൃതിപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹം പള്ളിയിൽ വന്നപ്പോഴും ഈ ദിക്റിന്റെ ഹൽക്ക അവസാനിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, വയ്യക്കും യാ ഉമ്മത മുഹമ്മദ് മാ അസ്റഅ ഹലകതികും. മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് നാശം, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് നശിക്കുന്നത്. നബി ഞങ്ങളെ സ്വഹാബിമാരെ, ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ പലരും ജീവിച്ചിരിപ്പുണ്ട്. നബി ഞങ്ങളുടെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, നബി ഞങ്ങൾ ഉപയോഗിച്ച ചെരുപ്പുകൾ പോലും നശിച്ചു പോയിട്ടില്ല, നബി ഞങ്ങളുടെ വസ്ത്രങ്ങൾ പോലും നുരുമ്പിപ്പോയിട്ടില്ല. അതിനു മുമ്പ് നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് പുതിയ ആചാരം കൊണ്ടുവരികയാണോ എന്ന് ഇബ്നു മസ്ഊദ് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. അവരാകെ ബേജാറായി പോയി. അവര് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ. അല്ലയോ അബൂ അബ്ദുറഹ്മാൻ, ഇബ്നു മസ്ഊദിന്റെ വിളിപ്പേരാണ് അബൂ അബ്ദുറഹ്മാൻ. ഞങ്ങൾ ഖൈറല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങൾ ദീന് പൊടിക്കാനല്ല, വിദഅത്ത് ഉണ്ടാക്കാനല്ല. ഏതായാലും പള്ളിയിൽ വന്നു, എല്ലാവരും ഇരിക്കുകയാണ്, എന്നാ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കണ്ടല്ലോ, ഒരു നല്ല കാര്യമാകട്ടെ എന്ന നിലയ്ക്ക് ഖൈർ മാത്രം ഉദ്ദേശിച്ച് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് അവര് പറയുമ്പോൾ ഇബ്നു മസ്ഊദിന്റെ പ്രതികരണം, വകം മിൻ മുരീദിൽ ഖൈരി ലാ യനാലുഹ. എത്ര ആളുകളാണ് ഉദ്ദേശം ഖൈറാണ്, പക്ഷേ ആ ഖൈർ അവർക്ക് ലഭിക്കുകയില്ല. അത്ര ഗൗരവത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പ്രതികരിച്ചത്. എന്താണ് ചൊല്ലിയത്? സുബ്ഹാനല്ലാഹ് ചൊല്ലി, അൽഹംദുലില്ലാഹ് ചൊല്ലി, അല്ലാഹു അക്ബർ ചൊല്ലി. ഈ ദിക്റൊക്കെ നല്ലതല്ലേ? നല്ലതാണ്, അസ്ലുള്ളതാണ്, വലിയ പ്രതിഫലമുള്ള ദിക്റാണൊക്കെ. ഇല്ലാത്ത ദിക്ർ ഉണ്ടാക്കിയിട്ടില്ല അവർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ദിക്റിന് ഒരു പുതിയ രീതി ഉണ്ടാക്കി, ഒരു പുതിയ എണ്ണം നിശ്ചയിച്ചു, ഒരു പുതിയ രൂപവും ഭാവവും നൽകി, ഒരുമിച്ച് കൂടി ഒരു പുതിയ ആചാരമാക്കി മാറ്റി. അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ് എന്നാണ് നബിയുടെ കൂടെ ജീവിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഖുർആൻ ഓതാൻ ആവശ്യപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, അബൂ മൂസ അശ്അരി എന്ന സ്വഹാബി, അവരൊക്കെ പ്രതികരിച്ചത് ആ ഗൗരവത്തിലാണെങ്കിൽ അത്രയേറെ ഗൗരവമാണ് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഏതും എന്നർത്ഥം. ഇപ്പൊ എന്താ പ്രശ്നം? സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പാടില്ലേ, അൽഹംദുലില്ലാഹ് ചൊല്ലാൻ പാടില്ലേ എന്ന് ചതൊക്കെ പാടുണ്ട്. പക്ഷെ ഈ രീതിയിലായപ്പോൾ, പ്രത്യേകമായ രൂപവും ഭാവവുമായപ്പോൾ, അത് ഇത് പുതിയ ആചാരം, ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കും പോലെയാണ് എന്നാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. മാത്രമല്ല പ്രതികരിച്ചത്, നിങ്ങൾ എണ്ണേണ്ടത് ദിക്റല്ല, നിങ്ങൾ തിന്മകൾ എണ്ണിക്കൊള്ളുക. ഉദ്ദൂ സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ എണ്ണിക്കൊള്ളുക എന്നാണ് അദ്ദേഹം നൽകുന്ന പ്രതികരണമെങ്കിൽ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബിദ്അത്തായി മാറാൻ അത്ര ആവശ്യമുള്ള അർത്ഥം. ചിലപ്പോൾ ഓതുന്നത് ഫാത്തിഹയായിരിക്കാം, യാസീനായിരിക്കാം, പക്ഷെ സ്ഥാനത്തും അസ്ഥാനത്തും ഒന്നും പരിഗണിക്കാതെ എവിടെയും എങ്ങനെയും അതൊക്കെ ഉപയോഗിക്കുന്നുവെങ്കിൽ അതെല്ലാം കൂലി കിട്ടുന്ന കാര്യമാകണമെന്നില്ല. അത് നേരത്തെ സൂചിപ്പിച്ചത്, പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത് പ്രത്യേകമായി തന്നെ സ്വീകരിക്കുക, പൊതുവായി പഠിപ്പിക്കപ്പെട്ടത് പൊതുവായി തന്നെ സ്വീകരിക്കുക. അവിടെ നമ്മുടെ വക പ്രത്യേകത കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. പഠിപ്പിക്കപ്പെട്ടതിൽ എണ്ണം മാറ്റാനോ സമയം മാറ്റാനോ അധികാരവുമില്ല. രാവിലെ ചൊല്ലാൻ പറഞ്ഞ ദിക്ർ രാവിലെ ചൊല്ലുക, വൈകുന്നേരം ചൊല്ലാൻ പറഞ്ഞ ദിക്ർ വൈകുന്നേരം ചൊല്ലുക, വെള്ളിയാഴ്ച ചൊല്ലാൻ പറഞ്ഞ ദിക്ർ വെള്ളിയാഴ്ച ചൊല്ലുക, തിങ്കളാഴ്ച നോക്കാൻ പറഞ്ഞ നോമ്പ് തിങ്കളാഴ്ച നോക്കുക, വ്യാഴാഴ്ച നോക്കാൻ പറഞ്ഞ നോമ്പ് വ്യാഴാഴ്ച നോക്കുക. അത് മാറ്റി എന്താ ചൊവ്വാഴ്ച ആയാലും എന്താ ചൊവ്വാഴ്ച നോറ്റൂടെ എന്ന് വെച്ചാൽ അത് അധികാരമില്ല. പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത് പ്രത്യേകമായി സ്വീകരിക്കുക, പൊതുവായി പഠിപ്പിക്കപ്പെട്ടത് പൊതുവായി സ്വീകരിക്കുക. അതാ ദീനിന്റെ അസ്ല്
ഇബാദത്തിന്റെ അസ്ല് മൻആണ്, തഅബ്ബുദിയാണ്. അഥവാ ഇബാദത്തുകൾ എന്താണോ വഹ്യിൽ വന്നത് അതേ ചെയ്യാവൂ. അതാണ് ഇബാദത്തിന്റെ പ്രത്യേകത. ഒരു കാര്യം ഇബാദത്താണോ എങ്കിൽ വഹ്യിൽ വരണം, വഹ്യിലൂടെ പഠിപ്പിക്കപ്പെടണം. അല്ലാത്തൊരു കാര്യം ഇബാദത്തായി സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. ഇബാദത്ത് അല്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കാം. കച്ചവടങ്ങൾ, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, ക്രയവിക്രയങ്ങൾ, ഇതൊന്നും ഓരോന്നും പ്രത്യേകം ഹദീസ് വേണ്ട. ഓരോ കച്ചവടം ചെയ്യാൻ, ഓരോ ഇടപാടും നടത്താൻ. എന്നാൽ ആരാധനാമുറകൾ, ഇബാദത്തിലെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം എന്താണോ വഹ്യിലൂടെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് അത് മാത്രമേ മതമായി ഇബാദത്തായി സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ ഞാൻ ഓതിയ സൂറയിലെ ആയത്തിന്റെ പരിധിയിലേക്കാണ് വരിക. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. അല്ലാഹു തആല അനുമതി നൽകിയിട്ടില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് നിയമമാക്കി കൊണ്ടുവരാൻ അധികാരമുള്ള വല്ല പങ്കുകാരുമുണ്ടോ അവർക്ക് ശേഷം അല്ലാഹു തആല തീരുമാനിച്ചു വെച്ച ചില വചനങ്ങൾ അതില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീർപ്പ് കൽപ്പിക്കപ്പെടുമായിരുന്നു. പക്ഷേ തീർപ്പ് കൽപ്പിക്കൽ പരലോകത്താണ്, ഖിയാമത്തിലാണ് വിചാരണയുള്ളത്, അവിടെയാണ് രക്ഷാശിക്ഷയുള്ളത്. അത് നിശ്ചയിച്ചതാണ്. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്കതൊരു തീരുമാനം അല്ലാഹു തആല നിശ്ചയിച്ചു നൽകുമായിരുന്നു എന്നാണ്. അക്രമികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് ആയത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു തആല പറയുന്നത്. ഇത് ദുൽമാണ്, അക്രമമാണ്, ശിക്ഷാർഹമാണ് എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ ആശയം. ദുനിയാവിൽ നിന്ന് തന്നെ അപ്പോൾ തന്നെ അദാബ് ഇറങ്ങാൻ മാത്രം പര്യാപ്തമായ കാര്യമാണ്. പക്ഷെ ദുനിയാവിൽ അങ്ങ് അദാബ് ഇറക്കൂല, അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെച്ചു. അവിടെയാണ് നരകം സ്വർഗമുള്ളത്. ആ സിസ്റ്റം അല്ല വെച്ചത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടും അവർക്ക് സുഖമായി ജീവിച്ചു പോകുന്നത് എന്നാണ് ആയത്തിന്റെ ആശയം. ആ നിലയ്ക്ക് ഗൗരവമായി ഉൾക്കൊണ്ടുകൊണ്ട് ദീനിനെ പ്രമാണങ്ങൾ സ്ഥാനമാക്കി മനസ്സിലാക്കാനും ജീവിതത്തിൽ അമൽ ചെയ്യാനും നമ്മളൊക്കെ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ ഇന്നഹാ സഅത് മുസ്തഖറമ മുഖാമ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.